വീഡിയോയ്ക്ക് ഇൻട്രോയോ ഔട്ട്രോയോ ഒന്നും കൃത്യമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇൻട്രോ പറയാണ്. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഫ്രം ഷിയോൺ സജി മ്യൂസിക്. ഇറ്റ് വാസ് ഓൾ ആൻ അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് ബൈ മൈസെൽഫ്. ബാക്കി നമുക്ക് എന്താണ് പാസ്ത ഉണ്ടാക്കാൻ പോണു. പാസ്ത? എന്ത് പാസ്ത? ആൽഫ്രെഡോ ചിക്കൻ പാസ്ത വൈറ്റ് സോസ്. കാര്യമായിട്ടാണല്ലോ. ഞാൻ എന്ത് ചെയ്യണം ചിപ്പി? നീ ഒന്ന് വെറുതെ ഇരുന്ന് തന്നാ മതി അല്ലേ? എനിക്കറിയാവുന്ന സാധനമല്ല, അതുകൊണ്ട് ഞാൻ പണിയുന്നില്ല. അല്ലെങ്കിൽ പൊതുവെ ഇവിടെ ഞാനാണ് വെക്കാറുള്ളത്. എന്തു അല്ലേ? ഇവിടെ സത്യസന്ധമായി പറയാൻ പഠിക്കൂ. ഇന്നലെ ഞാൻ ചോറ് വെച്ചു, മോരുകറി ഉണ്ടാക്കി, പിന്നെന്തുണ്ടാക്കി? ചമ്മന്തി വെച്ചു. ഇതൊക്കെ ഒരു കാര്യമാണോ? എന്തൊക്കെ വെച്ച് കഴിഞ്ഞു ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതെന്തു പടി പറ. ഇതെല്ലാം ഇതൊക്കെ ഒരു സ്പെഷ്യൽ സാധനം. കാഷ്യൂ മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊന്ന് സാധനം ഉണ്ടാക്കുന്നത്. ചീസ്. നോർമൽ ചീസ് ആണോ? വേഗം ചെയ്യണം. ഫ്ലോപ്പ് അടിക്കുന്നല്ല, ഏത് സാധനത്തിനും ഈ തൂറാൻ മുട്ടുമ്പോഴല്ല കക്കൂസ് തപ്പേണ്ടത്. കുക്കിംഗ് വീഡിയോ ആണ് ബേബി. ഇത് വേറൊന്നും കൊണ്ടല്ലാട്ടോ 2 സ്പൂണൊക്കെ വെച്ച് ചെയ്യുന്നത്. ഇത് ഒരേ സമയം അത് അങ്ങനെ മിക്സായി വരണം. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇത് ചെയ്തത്. സോ സംഭവം ഇതെന്താന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ സ്മെല്ലുണ്ടല്ല ഒരു രക്ഷ. നല്ല രസം ശരിക്കും നല്ല രസം. ഇടയിൽ കുറെ മിസ്സായിട്ടുണ്ട്. ഇതങ്ങനെ ഒരു ഫുഡ് വ്ളോഗിങ് ഒന്നുമല്ല, നമ്മുടെ ഫൺ ആക്ടിവിറ്റി നമുക്ക് തന്നെ കാണാനും നിങ്ങൾക്കും കൂടെ കണ്ട് എന്തെങ്കിലും ഒരു ഫണ്ട് പിടിക്കാനും കൂടെ ചെയ്തു. സ്വാഭാവികം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പാസ്ത ആൽഫ്രെഡോ ചിക്കൻ വൈറ്റ് സോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിക്കൻ ആൽഫ്രെഡോ അതിൻ്റെ സാധനം വൈറ്റ് സോസിലുള്ള പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ചിക്കൻ ഞാനൊരു സ്പെഷ്യൽ രീതിയിൽ കാഷ്യൂ ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് ആ ഒരു സോസ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് മാരിനേറ്റ് ചെയ്താണ് ഇട്ടത്. നോർമലി മൈദയും മിൽക്ക് യൂസ് ചെയ്യണതിന് പകരം ഞാൻ കാഷ്യൂ ഇതായിട്ട് യൂസ് ചെയ്തു. കൊള്ളാം കേട്ടോ. ഞാൻ കഴുത്തിന് കത്തി വെച്ച് കൊള്ളാമെന്നൊന്നും പറയിക്കല്ല ഗൈസ്. അല്ലല്ല, അങ്ങനല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇതിന്. നമ്മളെന്താ പറയാ? എന്തിനാ? പാസ്ത. ഇത് അതന്നെ പാസ്ത. ഇത് പാസ്ത. ഈ സാധനത്തിന് ആ കോലിനെ തന്നെ പാസ്ത എന്ന് പറയണത്. ഓക്കെ, അതൊരു ഇച്ചിരി നേരം കൊണ്ട് ഇതിനകത്ത് മുങ്ങിക്കിടക്കണായിരുന്നു. പക്ഷെ മിക്സ് എല്ലാം കൊള്ളാം, നല്ല രസമുണ്ട്. ഞാൻ ആ മണത്തപ്പോ തന്നെ പറഞ്ഞില്ലേ, ആ മണത്തിനുള്ള ഐറ്റം ഉണ്ട് കേട്ടോ. കാഷ്യൂ മിക്സ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഐ എം നോട്ട് റിയലി എ ഗ്രേറ്റ് ഫാൻ ഓഫ് പാസ്ത ഓർ എനിത്തിങ്. പിന്നെ എന്തിനാ ഉണ്ടാക്കിയ? രണ്ടു പേർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, ഈസിയായിട്ട് ഉണ്ടാക്കാം. പിന്നെ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. കാഷ്യൂ എല്ലാം കൂടി ഇട്ടിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് എക്സ്പെരിമെൻറ്റും കൂടെ നടത്തി നോക്കിയപ്പോൾ എന്തായാലും സാധനം സക്സസ് ആയി. നോർമലി ചിക്കൻ എല്ലാവരും പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇടണം. ഞാൻ തന്നെ അത് മാരിനേറ്റ് ചെയ്ത് കാഷ്യൂവിൽ മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു സ്പെഷ്യൽ സാധനം അടിച്ചു. അപ്പോൾ കേസ് ഇന്നത്തെ ഫുഡ് മേക്കിംഗ് മാത്രമല്ല ഇന്നത്തെ വ്ളോഗിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഞാൻ നേരെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു, റെഡിയായി, കുളിച്ചതിന് ശേഷമാണ് അമ്പലത്തിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ കിടിലമായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ പരിപാടികളെല്ലാം തിരുവനന്തപുരത്ത് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ തോട്ട് കുറച്ച് മെമ്മറീസ് ചെറിഷ് ചെയ്യാം. ഞാൻ പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ശരിക്കും എൻ്റെ അമ്മയെപ്പോലുള്ള എനിക്ക് കുറച്ച് ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാൻ എപ്പോഴും ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്തും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തും ഒക്കെ എന്തെങ്കിലും ഉത്സവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പോകുമായിരുന്നു.
അപ്പോൾ ഇന്ന് ഞാൻ തന്നെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ ഈ സ്ഥലത്തൊക്കെ. ആ ഒരു ബൊമ്മക്കൊലുവിൻ്റെ സംഭവമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഭയങ്കര ഈസ്തറ്റിക് ആയിട്ടുള്ള വ്യൂസ് ആയിരുന്നു. ഇത് അത് കഴിഞ്ഞിട്ടുള്ളൊരു പെറ്റ് ഷോ ആണ് കേട്ടോ. കുറേ പെറ്റ്സിൻ്റെ പേരൊക്കെ അവർ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് കുറേ എലികളാണ്. ആ എലിയിൽ കുറേയൊക്കെ ചത്തൊക്കെ കിടപ്പുണ്ടായിരുന്നു. 40 രൂപയാണ് ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ്. ടു ബി ഓണസ്റ്റ് അത് വർത്ത് ഇറ്റ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡിഡ് നോട്ട് ഫീൽ ദാറ്റ് വെരി മച്ച് വർത്ത് ഇറ്റ്. ഈ എലിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആക്ച്വലി പുള്ളിക്കാരൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഓടിച്ചാടി നടപ്പുണ്ടായിരുന്നു. പിന്നെ ഇതൊരു പോർക്യുപ്പൈൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. അതിന് ഞാൻ കുത്തിയിട്ടും എണീക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റേ ടിക്കറ്റിൻ്റെ പേപ്പർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ മുള്ളെല്ലാം കൂടി ഇങ്ങനെ തെറിച്ച് വരുന്ന രീതിയിൽ അതൊന്ന് ചാടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വലിയ അനക്കങ്ങളൊന്നും ഉണ്ടായില്ല. ലൈക്ക് നോട്ട് റിയലി സോ മച്ച് ഓഫ് ആൻ ആക്റ്റീവ് പെറ്റ്സ് ആണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു, ഫിഞ്ചസ്, ലവ് ബേർഡ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല അവരുടെ കയ്യിൽ പാരക്കീറ്റും അങ്ങനെ കുറച്ച് ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഐറ്റംസ് ഒരു ഇച്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചുണ്ടായിരുന്നു. അവരുടെ അനൗൺസ്മെൻറ്റിനനുസരിച്ചുള്ള പ്രത്യേകിച്ച് സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് എ വെരി വർത്ത് ഇറ്റ് പ്ലേസ് ടു ബി. ഇതാ 2 കിളികൾ മെയ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചത്. വീഡിയോ എടുക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് അവർ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് രണ്ട് സൈഡിലേക്ക് നാണം പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു മാറിയിരുന്ന് കളഞ്ഞു കേട്ടോ. അതിനുശേഷം നോക്കുമ്പോഴത്തേക്ക് പല ടൈപ്പിലുള്ള കോഴികളുണ്ടായിരുന്നു. ഈ കോഴിയുടെ ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കുള്ള ഡിസൈനാണോ അവരിനി വരച്ച് വെച്ചതാണോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. ബിക്കോസ് ഐ എം നോട്ട് വെരി നോളജബിൾ അബൌട്ട് ഓൾ ദീസ് ആനിമൽ സ്റ്റാഫ്. എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് പപ്പയെ ഓർമ്മ വന്നു. കാരണം പപ്പയ്ക്ക് ഈ ഇങ്ങനത്തെ ഡിസൈനർ കോഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 3 പൂച്ച. ഈ 3 പൂച്ചകളും ഒരേ ഉറക്കമായിരുന്നു. അതിനിട്ട് തട്ടിയിട്ടും കൈയും കാലിലും ഒന്നും ഇട്ട് തട്ടിയിട്ടൊന്നും ഒരു അനക്കവും ഇല്ല. അവരാണെന്നുണ്ടെങ്കിൽ അതിനെ കൂട്ടിൽ നിന്ന് വെളിയിലിറക്കി തരത്തില്ല എന്നും പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം അതിനായിരുന്നു ചൊറിയാനൊക്കെ പോയിട്ട് പിന്നെ എനിക്ക് മാന്ത് കിട്ടുമെന്നായപ്പോഴത്തേക്ക് ഞാൻ നിർത്തിയിട്ട് പോയി. ഇത് ഏത് ബ്രീഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവനെ കണ്ടിട്ടൊരു പേർഷ്യൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. But then was not totally a Persian thing. And then I think they had a Siberian cat or something. അത് ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത വിഷ്വലായിട്ട് അത് വരുന്നുണ്ട് കേട്ടോ. ഈ ആശാനും ഇങ്ങനെ ഉറക്കത്തിൽ തന്നെ ആയിരുന്നു. ഐ തിങ്ക് അതിൻ്റെ പോസിൽ കെരാറ്റോസിസ് ഉണ്ടായിരുന്നു. കുറച്ചധികം കട്ടിയായിട്ട് അതിൻ്റെ ടോസിരിപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്കങ്ങനെ ഫീൽ ചെയ്തു പ്രോപ്പറായിട്ട് ഗ്രൂംഡ് അല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഈ പൂച്ച ഇവൻ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. കുറച്ചൊന്ന് കയ്യിലൊക്കെ പിടിച്ച് മാന്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ചാടി എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇത് കൂട്ടത്തിലെ കുഞ്ഞായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു സാധനമായിരുന്നത് കൊണ്ട് തന്നെ അത് കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഒരു പുലിക്കൂട്ടൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലുള്ളൊരു പൂച്ചയായിരുന്നു കേട്ടോ. അത് കുറച്ചിങ്ങനെ ക്യാമറ നോക്കിയിട്ട് എന്താടി നീ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ ക്യാമറയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഇഗ്വാന ഉണ്ടായിരുന്നു, ബേർഡ്സ് ഉണ്ടായിരുന്നു, പാരക്കീറ്റൊക്കെ കൊച്ചു പിള്ളേരൊക്കെ എടുത്ത് കൈ വെച്ചിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു. മറ്റേ ആളാണെന്നുണ്ടെങ്കിൽ തോളത്ത് കിളിയും വെച്ചിട്ട് ഇതെന്ത് സാധനം അതവിടെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇതൊരു സ്പെഷ്യൽ എന്തോ ഒരു ബേർഡാണെന്നുള്ളത് അവർ പറയുന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് നൈസ് ടു സീ. വളരെ കളർഫുള്ളായിരുന്നു. അതിനുശേഷം ശരിക്കും നമ്മുടെ പഴയ അമ്പലത്തിലെ ഉത്സവത്തിലൊക്കെ പോകുമ്പോഴത്തേക്കുള്ള ഈ ഫാൻസി സെറ്റപ്പുകളുണ്ടല്ലോ, അതൊരു ലോഡുണ്ടായിരുന്നു. ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ പണ്ട് ആറ്റുകാല അമ്പലത്തിൻ്റെ ഈ ഒരു സംഭവത്തിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അന്നൊക്കെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ സ്റ്റോൾസ് കൊടുത്തിട്ട് സ്റ്റോളിനകത്താണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത്. ഈ പറയുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു ഗുണം എന്താണെന്നറിയോ? ഇതൊക്കെ നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം മീഷോയിൽ ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. എന്നാലും ഈ ഐറ്റംസൊക്കെ വളരെ റെയറായിട്ടാണ് നമുക്ക് ഡയറക്റ്റ് ടു ദ ഫേസ് കാണാൻ പറ്റുക. പിന്നെ കുറേ കത്തി, ചട്ടി, ഇങ്ങനത്തെ സാധനങ്ങളുണ്ടായിരുന്നു. പെയിൻജീപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പല ടൈപ്പിലുള്ള ഫാഷനിലുള്ള പേനകളുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഒരു ഇച്ചിരി കോസ്റ്റ് കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ കപ്പും സോസറും ഒക്കെ 4 കപ്പ് 100 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു മൊറോക്കൻ സ്റ്റൈൽ ഫീൽ വരുന്ന കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇനി ഞാൻ കപ്പ് വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മേനെ ചീത്ത വിളിക്കുമെന്നുള്ളതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. പിന്നെ കുറേ ബുക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പെർഫ്യൂമിൻ്റെ ഒരു സെറ്റ്, പെർഫ്യൂം ബാസ്, ഒരു ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ മാലകൾ മൊത്തം, ഇത്രയും മാലകൾ ഇവർ വെറും 50 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ കളക്ഷൻ. ഒരേ സെയിം ടൈപ്പിലുള്ള സാധനം ആവട്ടെ, അതൊക്കെ തന്നെ ഒരുപാട് സ്റ്റോക്ക്. ഇറ്റ്സ് ലൈക്ക് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഞാനിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം ആസ്വദിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു VR ഗെയിം സെൻറ്റർ ഉണ്ടായിരുന്നു. അതും കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ
ടോയ്സ്, പിന്നെ കുറേ ഈ അൽക്കുലത്ത് സാധനങ്ങളുടെയൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കൊച്ചു പിള്ളേരായിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും നിങ്ങളെ നല്ലോണം കാശ് പൊട്ടിച്ചിട്ടേ തിരിച്ച് പുറത്തേക്ക് ഇറക്കുകയുള്ളൂ. കാരണം അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഹെയർ ക്ലിപ്സ്, കമ്മലുകൾ, ഇതിൻ്റെയൊക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ. നമ്മളിപ്പോൾ ഡൽഹിയിൽ പോയിട്ടൊക്കെ മേടിക്കുന്ന സാധനത്തിലേക്ക് ഞങ്ങൾ ഡൽഹിയിൽ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര വലിയൊരു സംഭവം തോന്നിയില്ല. അവിടത്തേക്കാൾ എന്തായാലും കൂടുതലാണ് ഇവിടുത്തെ കോസ്റ്റ് വരുന്നത്. പക്ഷേ എല്ലാം കണ്ടുപോകാനായിട്ട് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു പരിപാടിയായിരുന്നു. ആൻഡ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു പരിപാടിക്ക് പോയത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഞാൻ ഒറ്റയ്ക്ക് പോയാണ് ഈ വ്ളോഗും സാധനമൊക്കെ എടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൂടുതൽ ഇതിനകത്ത് കാണാതിരിക്കുന്നത് കേട്ടോ. പല ടൈപ്പ് കുപ്പിയോള ഉണ്ടായിരുന്നു. ഞാൻ അന്നൊരു കുപ്പിയോള ഒരു അമ്മച്ചിയുടെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ കുപ്പിയോളേക്കാൾ ഈ കുപ്പിയോളയ്ക്ക് കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ തുണി 19 രൂപ, 99 രൂപ, ഈ ഒരു റേഞ്ചിനൊക്കെ ഒരുപാട് ക്ലോത്ത്സ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചെരുപ്പുകളുണ്ടായിരുന്നു. ഇങ്ങനെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റോളൊക്കെ തേണ്ടി നടക്കായിരുന്നു. നിങ്ങളിപ്പോൾ ആരെങ്കിലും നേരത്തെയൊക്കെ ഇതിന് പോയിട്ട്, നേരത്തെയൊക്കെ പൊങ്കാലയ്ക്കൊക്കെ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നൊസ്റ്റു അടിക്കാൻ പറ്റുന്ന വീഡിയോ തന്നെയാണിത്. കാരണം എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ അകത്ത് മാനേജ് ചെയ്ത് കാണിച്ച് പോയിട്ടുണ്ട്. 2 സ്റ്റേജ് ഉണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഒരിടത്ത് കറക്റ്റ് ക്ലാസിക്കൽ സംഗീതം പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റിടത്ത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഫങ്കി ആയിട്ട് ആൾക്കാർക്ക് ന്യൂ ജനറേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജും സംഭവമൊക്കെ ആയിരുന്നു. ഞാൻ അമ്പലത്തിനകത്ത് കയറിയില്ല. ഞാൻ എൻ്റെ പുറത്തുള്ള ഏരിയാസിൽ മാത്രമാണ് ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നത്. ഏറ്റവും കൂടുതൽ എൻ്റെ എയിം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്യിൽ അച്ച് വെച്ച് മൈലാഞ്ചി ഇടുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് തപ്പിയാണ് ഞാൻ പോയത്. അത് മാത്രം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഈ ഫാൻസി സ്റ്റോറിനെ പറ്റി എടുത്ത് പറയണം. 20-നും 30-നുമാണ് മൊത്തം സാധനങ്ങളെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് 20-30 ഒക്കെ ഒരു സൈഡിലുള്ളത്. ഈ തൂങ്ങിക്കിടക്കുന്ന പൂവിൻ്റെ മാലയ്ക്കൊക്കെ തന്നെ 100 രൂപ, ഈ സാധനങ്ങൾക്കൊക്കെ 40, 80 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 20-30 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പുറത്തെഴുതി വെച്ചിട്ട് അകത്ത് എല്ലാത്തിനും ഏകദേശം കുറച്ച് റേറ്റ് കൂടുതൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതൊന്നും മേടിക്കുന്നില്ല. കാരണം ഇതൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കാൻ സ്ഥലമില്ല. കാണുമ്പോൾ മേടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ഒന്നും അങ്ങനെ മേടിക്കാൻ പാടില്ലല്ലോ. വെറുതെ എന്തിനാണ് കയ്യിരിക്കുന്ന കാശ് കളയുന്നത്. പിന്നെ ഞാൻ ആ സ്റ്റിക്കർ മേടിച്ചു. അതിന് 20 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെതാ ഈ ഐറ്റംസ് മെർക്കുറി കൂടുതലാണ്, അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറയുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഐറ്റംസ് തന്നെയായിരുന്നു അത്. എനിക്ക് പിന്നെ ഫുഡ് മേടിച്ച് കഴിക്കുന്നതിലും ഐ വാസ് എ ലിറ്റിൽ കോഷ്യസ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വാങ്ങി കഴിക്കാൻ പോയില്ല. ഇതായിരുന്നു കേട്ടോ മെയിൻ സ്റ്റേജിലാണ് എല്ലാ കിടിലം പരിപാടികളും നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഗസലിൻ്റെ പ്രോഗ്രാം ആയിരുന്നു ഞാൻ ചെന്ന സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇവരുടേത് ഞാൻ ഓഡിയോ കേൾപ്പിച്ചു തരാം. എനിക്കിവരെ കണ്ടിട്ട് സ്റ്റുഡൻസ് ആയിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ. ഏകദേശം എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള പിള്ളേരായിട്ട് തന്നെ തോന്നിയത്. എൻ്റെ പ്രായം എത്രയാണെന്നുള്ളത് എല്ലാവർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഐ എം ഓൺലി 22 years old ആൻഡ് ഐ എം എ 2K kid. ആൻഡ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് അവർക്കൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സാധനം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെരി മച്ച് റെസ്പെക്റ്റബിൾ. അവരിങ്ങനെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് അതിനനുസരിച്ച് കുലുക്കിയൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല ഒരു അടിപൊളി സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കുലുക്കി സർബത്ത് എന്നാണ് കടയുടെ പേര്. നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. കറക്റ്റ് മെയിൻ സ്റ്റേജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന ഷോപ്പാണ്. പിന്നെ ഇത് അടുത്ത കമ്മൽ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്തായാലും ഈ മണമൊക്കെ അടിച്ചാൽ എന്തെങ്കിലും കഴിക്കണമല്ലോ. അതുകൊണ്ട് ഞാനൊരു ചെറിയ കോളിഫ്ലവറിൻ്റെ ഫ്രൈ മേടിച്ച് കഴിച്ചു. ആ കാണിച്ചതാണ് ആ പെറ്റ് ഷോപ്പിൻ്റെ ഓപ്പണിംഗ് സൈഡ് കേട്ടോ. ഈ ഒരു സാധനത്തിനകത്ത് കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്ന സ്ഥലം എന്താണെന്നറിയോ, നമ്മുടെ മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ ചുറ്റിനും പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഇങ്ങനെ കേവ്സ് പോലെ, കേവല്ല അവരുടെ ഒരു
ഇൻസൈഡ് ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടിയത് തന്നെ കുറേ മണ്ഡപങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ സെയിലിന് വെച്ചിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ അകത്തൊക്കെ കയറി നോക്കി. എന്നിട്ട് ഞാൻ അവിടെ നിന്നൊരു ക്ലിപ്പ് മേടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തലയിൽ മുല്ലപ്പൂ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ കടയിലെ ചേച്ചിയോട് പറഞ്ഞു, ഒരു പൂക്കടയിലെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് മുല്ലപ്പൂ വെക്കണം, പക്ഷേ എനിക്ക് എങ്ങനെയാണ് മുല്ലപ്പൂ വെക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല, ചേച്ചി എനിക്കൊന്ന് വെച്ച് തരുമോയെന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു സ്ലൈഡ് വാങ്ങിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുല്ലപ്പൂ വെച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഫാൻസി സ്റ്റോറിൽ പോയിട്ട് ഞാനൊരു സെറ്റ് സ്ലൈഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ചേച്ചി എനിക്ക് വളരെ കാര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മുല്ലപ്പൂ വെച്ച് തന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് എങ്ങനെ വെക്കണമെന്ന് എനിക്ക് അറിയേയില്ല. എൻ്റെ തലയിൽ ഒരു കാലത്തും മുല്ലപ്പൂ നിന്നിട്ടുമില്ല. പക്ഷേ പുള്ളിക്കാരി എനിക്ക് നല്ല അടിപൊളിയായിട്ട് ആ സാധനം സെറ്റ് ചെയ്ത് തന്നു. ഐ വാസ് റിയലി സാറ്റിസ്ഫൈഡ്, റിയലി സാറ്റിസ്ഫൈഡ്. താങ്ക് യു ആൻറ്റി, താങ്ക് യു സോ മച്ച്. കറക്റ്റ് ആറ്റുകാൽ അമ്പലത്തിന് തൊട്ട് മുമ്പിലുള്ള ഒരു പൂക്കടയാണിത്. നിങ്ങളിനിയും പോവുകയാണെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് ജസ്റ്റ് സോ അമേസിങ്. ഭയങ്കര നൈസായിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യും എല്ലാം ചെയ്യുന്ന ഒരാളാണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾ ദ പീപ്പിൾ വെർ വെരി ഗുഡ് ഇൻ സർവീസ് ആൻഡ് എവറിത്തിങ്. ഈവൻ ദ പോലീസ് പീപ്പിൾ, എന്ത് കാര്യം നമ്മൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും അതിലൊരു അരഗൻസോ ഒരു സാധനവും ഇല്ലാതെ നമ്മുടെ അടുത്ത് വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഞാനവിടെ ചുറ്റിനും കണ്ട മനുഷ്യരെല്ലാവരും തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരുങ്ങി കെട്ടി പോകണമെന്നുള്ളതുകൊണ്ട് ഞാനൊരു ഹാഫ് സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്തൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. ഞാൻ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ആൻറ്റിക്കും ഭയങ്കര സന്തോഷമായി. എനിക്ക് സന്തോഷമായി. അതിൻ്റെ ഫ്ലോണ്ടിങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷീ വാസ് ഓൾസോ സോ ഹാപ്പി. ഒരു സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാ. കറക്റ്റ് ഞാൻ പറഞ്ഞല്ലേ, അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ്, നേരെ ഫ്രണ്ടിൽ വരുന്നൊരു ഷോപ്പാണത്. പിന്നെ ഞാൻ ആ സൈഡിൽ കൂടെ നടന്ന് അപ്പുറത്തേക്ക് പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ ഒന്നും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് അപ്പുറത്തൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോലീസ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എവിടെ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോ കിട്ടും? ചേട്ടൻ പറഞ്ഞു അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോ കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഒരു ചെറിയ വഴിയുണ്ട്, ഈ വഴി കയറിപ്പോയി കഴിഞ്ഞാൽ ഓട്ടോ കിട്ടുമെന്ന് പറഞ്ഞു. പണ്ട് ഞാൻ ഏകദേശം ഒരു 4 വർഷം മുമ്പ് ഇവിടെ പോയ സമയത്ത്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ആൻറ്റിമാരുടെ കൂട്ടത്തിൽ ഞാൻ പോയ സമയത്ത് ഈ വഴിയിലെല്ലാം റോഡ് സൈഡിൽ നമുക്ക് മറ്റേ കുങ്കുമച്ചെപ്പ് അങ്ങനെ ഇങ്ങനെ മറ്റേ അരിയിൽ പേരെഴുതി തരുന്ന സാധനം ഇതെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. ഞാൻ എൻ്റെ തപ്പി നടന്ന് എന്തായാലും കയ്യിൽ അച്ചിട്ട് മൈലാഞ്ചി ഇടുന്ന സാധനം തപ്പാനായിട്ട് എനിക്കൊരു ഓട്ടോ ചേട്ടനെ കിട്ടി. ആഷിഖ് എന്നായിരുന്നു ആ ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഭയങ്കര നൈസായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങളും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ? മീറ്റർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കാശ് തരണ്ട എന്നുള്ള പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, എനിക്ക് മീറ്റർ കാശ് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ഫുള്ള് കറക്കി. പുള്ളിയും തപ്പി ഇഷ്ടം പോലെ എവിടെയെങ്കിലും ഈ മൈലാഞ്ചി അച്ചിട്ട് കൊടുക്കുന്ന സ്ഥലം ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കിഴക്കേക്കോട്ടം മൊത്തം കറങ്ങി അവസാനം ഞങ്ങൾ ശംഖുമുഖം വരെ പോയി കേട്ടോ. ചാക്ക വഴി തന്നെ ശംഖുമുഖം കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ചാക്ക കാഞ്ഞിരകുളം ടെമ്പിളിലെ മറ്റേ പ്രൊസഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ നെക്സ്റ്റ് പിറ്റ് സ്റ്റോപ്പ് അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ശംഖുമുഖത്തിന് വിട്ടു. അവിടെ കാണും. ഓക്കെ, ചേട്ടൻ ഇവിടെ തന്നെ കാണുമല്ലോ. റോഡിൻ്റെ നടുക്കൂടെയാണ് ക്യാമറയും കൊണ്ട് ഓടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡെയിലി പിറ്റ് സ്റ്റോപ്പായിരുന്നു ശംഖുമുഖം. പക്ഷെ ഇപ്പം ഞാൻ പോയിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാ കടയിലും കയറി ചോദിച്ചു, ചേട്ടാ എവിടെയാണ് കയ്യിൽ മൈലാഞ്ചി അച്ചു വെച്ചിട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ച് നടക്കുമായിരുന്നു. പക്ഷെ ആർക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആകെ ഒരാൾ മാത്രമേ ഇപ്പോൾ അത് ചെയ്യുന്നുള്ളൂ. പുള്ളിക്കാരി ഇന്ന് ലീവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെറുതെ ശംഖുമുഖം വരെ പോയി കറങ്ങി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ മീൻ ഫ്രൈ ചെയ്തിരുന്ന കടയുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ഒരു സ്ഥിരം ഫുഡ് സ്പോട്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് റിയലി നൈസ്. യു ഗൈസ് ഷുഡ് ട്രൈ ഇറ്റ് ഔട്ട് സം ടൈം. ആ സൈഡിലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫോസ്റ്റർ ആനിമൽസിനെ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ സംഭവം കണ്ടു. അവരുടെ ഒരു വീഡിയോ എടുത്തു കേട്ടോ. സച്ച് എ ഗുഡ് ഇനിഷ്യേറ്റീവ്. ഈ ആൾക്കാർ ഈ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പെറ്റ്സിനെയൊക്കെ ഇവരെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വളർത്തി അവരെ അഡോപ്ഷന് വേണ്ടി വെച്ചേക്കാണ്. കുറച്ച് നേരം ഞാനൊന്ന് കളിപ്പിച്ചു, കാരണം എൻ്റെ അമ്മ വീട്ടിൽ പെറ്റ്സിനെ കയറ്റില്ല എന്നുള്ളതുകൊണ്ട്. പിന്നെ അതാ ഈ ചേട്ടനെ കണ്ടു കേട്ടോ. ഇങ്ങനൊരു സാധനം ലൈവായിട്ട് കണ്ടത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. എനിക്ക് പുള്ളിയുടെ ജീപ്പയിലൊന്നും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നൈസായിട്ട് നടന്ന് ഞാൻ അവിടെ ഒരു മൈലാഞ്ചിയുടെ സാധനം കിട്ടുമോ എന്നുള്ളത് മൊത്തം തപ്പി. എനിക്ക് മൈലാഞ്ചി ഇടാൻ അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് അത് ഇടണമെന്നുള്ളത്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ
പ്ലീസ് DM me. എനിക്ക് ഭയങ്കര ഒരു ക്രേവിങ് വന്നിട്ടുണ്ട് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. പ്ലീസ് ഡൂ സംതിങ് ഫോർ മീ ഗൈസ്. എന്തായാലും ഞാൻ തപ്പി നടന്നിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് എൻ്റെ ഓട്ടോ ചേട്ടനെ എനിക്ക് തിരിച്ച് കിട്ടി. പുള്ളിക്കാരനുമായിട്ട് ഞാൻ നേരെ പോയിട്ട് നമ്മുടെ ടീ ടൈം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് ചാക്ക ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ അടുത്ത്. അവിടെ നിന്ന് ഞാൻ ഒരു നറുനണ്ടി സർബത്തൊക്കെ മേടിച്ചിട്ട് പോയി. എന്നിട്ട് ഞാൻ നേരെ പോയത് കാഞ്ഞിരളാം ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ എൻ്റെ അങ്കിളിൻ്റെ കുടുംബക്ഷേത്രമായിട്ട് വരും ഇത്. എനിക്ക് അങ്കിളിൽ നിന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് അറിയാലോ, ഹണിയങ്കിളാണ്. ഹണിയങ്കിളിൻ്റെ കുടുംബക്ഷേത്രത്തിലെ വെടിക്കെട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൗണ്ടും കൂടെ പതുക്കെ ഓൺ ചെയ്ത് വെക്കാം കേട്ടോ. വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ഇപ്പം ഞാൻ ഇരിക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോയുടെ കിച്ചണിലാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് കീപ് വാച്ചിങ് മൈ വീഡിയോസ് ഫോർ ദീസ് കൈൻഡ് ഓഫ് എക്സൈറ്റിംഗ് കണ്ടന്റ്സ്. ആൻഡ് ഇഫ് യു ഹാവ് എനി സജഷൻസ് ഓൾസോ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഗൈസ്.